പ്രതിഷേധങ്ങൾക്കിടെയും കിഫ്ബി നിർമ്മിക്കുന്ന സംസ്ഥാനത്തെ റോഡുകൾക്ക് ടോൾ ഏർപ്പെടുത്താനുള്ള നീക്കവുമായി സർക്കാർ മുന്നോട്ട്. കിഫ്ബി റോഡുകൾക്ക് യൂസർ ഫീസ് ഏർപ്പെടുത്താനുള്ള കരട് നിയമം തയ്യാറാക്കി സർക്കാർ. കരട് നിയമത്തിൽ ടോൾ എന്ന വാക്ക് പരാമർശിക്കുന്നില്ല. യൂസർ ഫീസ് എന്നാണ് കരട് നിയമത്തിൽ പരാമർശിച്ചിരിക്കുന്നത്. ടോൾ ഏർപ്പെടുത്തുമെന്ന വാർത്തകൾ ധനകാര്യമന്ത്രി KN ബാലഗോപാൽ നിഷേധിച്ചിരുന്നു. സംസ്ഥാനത്തെ KSRTC പണിമുടക്കിൽ നെടുമങ്ങാട് KSRTC ഓഫീസ് TDF ഉപരോധിച്ചു. 12 പേരെ നെടുമങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. സംസ്ഥാനത്തെ പലയിടങ്ങളിലും സർവീസ് മുടങ്ങി. ഇന്നലെ അർദ്ധരാത്രി മുതലാണ് ട്രാൻസ്പോർട്ട് ഡെമോക്രാറ്റിക് ഫെഡറേഷൻ പ്രഖ്യാപിച്ച പണിമുടക്ക് ആരംഭിച്ചത്. ഇന്ന് അർദ്ധരാത്രി വരെയാണ് പണിമുടക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിൽ നിലപാട് തിരുത്തി CPIM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. AI സംവിധാനം വഴി ഉൽപ്പാദിപ്പിക്കുന്ന സമ്പത്ത് മുതലാളിത്ത രാജ്യങ്ങളിൽ കുന്നുകൂടുമെന്നും ചൂഷണത്തിന് വഴിവെക്കുമെന്നും ഗോവിന്ദൻ ഇടുക്കി ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു പറഞ്ഞു. സോഷ്യലിസത്തിലേക്കുള്ള വഴിയാണ് AI എന്നായിരുന്നു കണ്ണൂരിൽ MV ഗോവിന്ദൻ കഴിഞ്ഞ ദിവസം പറഞ്ഞത്. AI തൊഴിൽ ഇല്ലാതാക്കുമെന്ന CPM കരട് രാഷ്ട്രീയ പ്രമേയത്തിന് പിന്നാലെയാണ് നിലപാട് മാറ്റം. കേന്ദ്രമന്ത്രിമാരായ ജോർജ് കുര്യന്റെയും സുരേഷ് ഗോപിയുടെയും വിവാദ പരാമർശങ്ങളിൽ വിമർശനവുമായി കോൺഗ്രസ് നേതാവ് K മുരളീധരൻ. 2 മന്ത്രിമാരും കേരളത്തിന് ശാപമായി മാറിക്കഴിഞ്ഞുവെന്നും 2 പേരെ കൊണ്ടും സംസ്ഥാനത്തിന് ഒരു ഉപകാരവുമില്ലെന്നും K മുരളീധരൻ പറഞ്ഞു. സുരേഷ് ഗോപിയുടെ ഉന്നത കുലജാത പരാമർശം സമൂഹം ഗൗരവത്തോടെ ചർച്ച ചെയ്യണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. പോലീസിന്റെ സെൻട്രൽ സ്പോർട്സ് ഓഫീസർ ചുമതലയിൽ നിന്നും MR അജിത് കുമാറിനെ മാറ്റി. പോലീസിൽ ബോഡി ബിൽഡിംഗ് താരങ്ങളുടെ പിൻവാതിൽ നിയമനം വിവാദമായതോടെ തന്നെ സ്ഥാനത്ത് നിന്ന് മാറ്റാൻ അജിത് കുമാർ കത്ത് നൽകുകയായിരുന്നു. S ശ്രീജിത്തിനാണ് പകരം സ്പോർട്സ് ഓഫീസർ ചുമതല നൽകിയിരിക്കുന്നത്. സുൽത്താൻ ബത്തേരിയിൽ MLA IC ബാലകൃഷ്ണന്റെ ഗൺമാന് മർദ്ദനമേറ്റു. ഗൺമാനായ സുദേശിനാണ് മർദ്ദനമേറ്റത്. DYFI CPIM പ്രവർത്തകരാണ് ആക്രമിച്ചതെന്നാണ് ആരോപണം. MLAയെ ആക്രമിക്കുന്നത് തടയുന്നതിനിടെയാണ് ഗൺമാന് മർദ്ദനമേറ്റത്. എഴുത്തുകാരി KR മീരയ്ക്കെതിരെ പരാതി നൽകി രാഹുൽ ഈശ്വർ. കൊലപാതക പ്രസംഗം നടത്തിയതിനാണ് കേസ്. ഈ വർഷത്തെ KLF-ലെ പ്രസംഗത്തിൽ നടത്തിയ കഷായ പ്രയോഗമാണ് കേസിന് ആധാരം. എറണാകുളം സെൻട്രൽ പോലീസ് സ്റ്റേഷനിലാണ് രാഹുൽ ഈശ്വർ പരാതി നൽകിയത്. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയുമായി പോലീസ് തെളിവെടുപ്പ് നടത്തി. നാട്ടുകാരുടെ പ്രതിഷേധം കണക്കിലെടുത്ത് കനത്ത സുരക്ഷയിലായിരുന്നു തെളിവെടുപ്പ്. കൊലപാതകം നടന്ന സ്ഥലത്തും പ്രതി ഓടി രക്ഷപ്പെട്ട പ്രദേശത്തുമാണ് തെളിവെടുപ്പ് നടത്തിയത്. നിർവികാരനായി കൊലപാതകത്തെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും ചെന്താമര പോലീസിന് വിശദീകരിച്ചു കൊടുത്തു. റാഗിങ്ങിനെ തുടർന്ന് ആത്മഹത്യ ചെയ്ത മിഹിറിന്റെ മരണത്തിൽ ഗ്ലോബൽ സ്കൂളിന്റെ ആരോപണങ്ങൾ തള്ളി കുടുംബം. മിഹിർ മുമ്പ് പഠിച്ച ജെം സ്കൂളിൽ നിന്നും TC നൽകി പറഞ്ഞുവിട്ടെന്ന ആരോപണം തെറ്റാണെന്ന് കുടുംബം ആരോപിച്ചു. ജെം സ്കൂളിൽ നിന്നും TC ചോദിച്ചു വാങ്ങിയതാണെന്നും കുടുംബം പറയുന്നു. കാര്യങ്ങൾ മറച്ചുവെക്കാൻ ഗ്ലോബൽ സ്കൂൾ ശ്രമിച്ചതായും കുടുംബം ആരോപിച്ചു. ബാലരാമപുരത്ത് 2 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയ കേസിൽ കുറ്റം നിഷേധിച്ച് പ്രതി ഹരികുമാർ. കുഞ്ഞിനെ കൊന്നത് താനല്ലെന്നാണ് ഹരികുമാർ പറഞ്ഞത്. പ്രതിക്ക് മാനസിക രോഗമുണ്ടോ എന്ന് പരിശോധിക്കാൻ കോടതി നിർദ്ദേശിച്ചു. കേരളത്തിൽ നിന്നുള്ള മെഡിക്കൽ മാലിന്യങ്ങളുമായി തമിഴ്നാട്ടിലെത്തുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് ലേലം ചെയ്യാമെന്ന് മദ്രാസ് ഹൈക്കോടതി. മെഡിക്കൽ മാലിന്യങ്ങൾ തള്ളുന്നത് ഗൗരവമേറിയ കുറ്റമാണെന്നും കോടതി പറഞ്ഞു. ചൈനയുമായി വ്യാപാര യുദ്ധം ആരംഭിച്ചതിന് പിന്നാലെ US ഉൽപ്പന്നങ്ങൾക്ക് എതിർതീരുവ ചുമത്തി ചൈന. US കൽക്കരി, LNG എന്നിവയ്ക്ക് 15% തിരുവ ചുമത്തുമെന്നും അസംസ്കൃത എണ്ണ, കാർഷിക ഉപകരണങ്ങൾ, വലിയ ഡിസ്പ്ലേസ്മെന്റ് കാറുകൾ എന്നിവയ്ക്ക് 10% അധിക തിരുവ ചുമത്തുമെന്നും ചൈനീസ് വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി.